പ്രിയമുള്ളവരെ, വചനജ്വാല 1614 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജനുവരി 31 ശനിയാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ പുതുവത്സരത്തിന്റെ ആദ്യ മാസം അവസാനിക്കുന്ന ഇന്ന് ജെറമിയ നാളെ മുതൽ ആരംഭിക്കുകയാണ്. ഏശയ്യ ഇന്ന് അവസാനിക്കുന്നു. ഇന്നത്തെ വചനവായനയിൽ ഏശയ്യായുടെ പുസ്തകം 66 അധ്യായം 7 മുതൽ 24 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. പുതിയ ജനം. സമയമാകുന്നതിന് മുൻപേ അവൾ പ്രസവിച്ചു. പ്രസവ വേദന ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. ആരെങ്കിലും ഇങ്ങനൊന്ന് കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? ഒരു ദിവസം കൊണ്ട് ഒരു ദേശമുണ്ടാകുമോ? ഒരു നിമിഷം കൊണ്ട് ഒരു ജനത രൂപം കൊള്ളുമോ? പ്രസവ വേദന തുടങ്ങിയപ്പോഴേ സിയോൻ പുത്രരെ പ്രസവിച്ചു. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാകാതിരിക്കുമോ? ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ? നിന്റെ ദൈവം ചോദിക്കുന്നു. ജെറൂസലേമിനെ സ്നേഹിക്കുന്ന നിങ്ങൾ അവളോടുകൂടെ ആനന്ദിച്ചുല്ലസിക്കുവിൻ. അവളെ പ്രതി വിലപിക്കുന്ന നിങ്ങൾ അവളോടൊത്ത് സന്തോഷിച്ച് തിമിർക്കുവിൻ. അവളുടെ സ്വാന്തന സ്തന്യം പാനം ചെയ്ത് തൃപ്തരാകുവിൻ. അവളുടെ മഹത്വത്തിന്റെ സമൃദ്ധി നുകർന്ന് സംതൃപ്തി അടയുവിൻ. കർത്താവ് അരുളി ചെയ്യുന്നു, ഐശ്വര്യം പോലെ നദി അവളിലേക്ക് ഞാൻ ഒഴുക്കും. ജനതകളുടെ ധനം കവിഞ്ഞൊഴുകുന്ന അരുവി പോലെയും. നിന്നെ അവൾ പാലൂട്ടുകയും എളിയിൽ ഇടത്തുകൊണ്ട് നടക്കുകയും മടിയിലിരുത്തി ലാളിക്കുകയും ചെയ്യും. അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. ജെറൂസലേമിൽ വെച്ച് നീ സ്വാന്തനം അനുഭവിക്കും. അത് കണ്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ അസ്ഥി പുല്ലുപോലെ തളിർക്കും. കർത്താവിന്റെ കരം അവിടുത്തെ ദാസരോടു കൂടെയും കർത്താവിന്റെ രോഷം അവിടുത്തെ ശത്രുക്കൾക്കെതിരെയും ആണെന്ന് അപ്പോൾ വെളിവാകും. കർത്താവ് അഗ്നിയിൽ എഴുന്നള്ളും. അവിടുത്തെ രഥം കൊടുങ്കാറ്റ് പോലെ അവിടുത്തെ ഉഗ്രക്രോധം ആഞ്ഞടിക്കും. അവിടുത്തെ ശാസനം ആളിക്കത്തും. കർത്താവ് അഗ്നി കൊണ്ട് വിധി നടത്തും. എല്ലാ മർത്യരുടെയും മേൽ വാളുകൊണ്ട് വിധി നടത്തും. കർത്താവിനാൽ വധിക്കപ്പെടുന്നവർ അസംഖ്യമായിരിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, മധ്യത്തിൽ നിൽക്കുന്നതിന്റെ അനുയായികളായി ഉദ്യാനത്തിൽ പ്രവേശിക്കുവാൻ വേണ്ടി തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് സമർപ്പിക്കുകയും പന്നിയിറച്ചി, മ്ലേച്ഛ വസ്തുക്കൾ, ചുണ്ടലി എന്നിവ തിന്നുന്നവർ ചെയ്യുന്നവർ ഒന്നിച്ച് നാശമടയും. ഞാൻ അവരുടെ ചെയ്തികളും ചിന്തകളും അറിയുന്നു. ഞാൻ സകല ജനതകളെയും സകല ഭാഷ സംസാരിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടാൻ വരുന്നു. അവർ വന്ന് എൻ്റെ മഹത്വം ദർശിക്കും. അവരുടെ ഇടയിൽ ഞാൻ ഒരു അടയാളം സ്ഥാപിക്കും. അവരിൽ അതിജീവിക്കുന്നവരെ താർഷീഷ്, പുത്ത്, ബിലാളുകൾ വസിക്കുന്ന ലുദ്, തുബാൽ, യവാൻ, വിദൂരദേശങ്ങൾ എന്നിങ്ങനെ എന്നെപ്പറ്റി കേൾക്കുകയോ എന്റെ മഹത്വം ദർശിക്കുകയോ ചെയ്തിട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഞാൻ അയക്കും. അവർ എന്റെ മഹത്വം ജനതകളുടെ ഇടയിൽ പ്രഖ്യാപിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവിന്റെ ഭവനത്തിലേക്ക് ഇസ്രായേൽക്കാർ ശുചിയായ പാത്രത്തിൽ ധാന്യബലി വസ്തുക്കൾ കൊണ്ടുവരുന്നത് പോലെ അവർ നിങ്ങളുടെ സഹോദരന്മാരെ എല്ലാ ജനതകളിലും നിന്ന്
കുതിരപ്പുറത്ത്, രഥങ്ങളിലും പല്ലക്കുകളിലും കോവർ കഴുതകളുടെയും ഒട്ടകങ്ങളുടെയും പുറത്തും കയറ്റി എൻ്റെ വിശുദ്ധഗിരിയായ ജെറൂസലേമിലേക്ക് കാഴ്ചയായി കൊണ്ടുവരും. അവരിൽ നിന്ന് കുറെ പേരെ പുരോഹിതന്മാരും ലേവ്യരുമായി ഞാൻ തിരഞ്ഞെടുക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ സൃഷ്ടിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എൻ്റെ മുൻപിൽ നിലനിൽക്കുന്നതുപോലെ നിങ്ങളുടെ സന്തതികളും നാമവും നിലനിൽക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. അമാവാസി മുതൽ അമാവാസി വരെയും സാബത്ത് മുതൽ സാബത്ത് വരെയും മർത്യരെല്ലാവരും എൻ്റെ മുൻപിൽ ആരാധനയ്ക്കായി വരും. കർത്താവ് അരുളി ചെയ്യുന്നു. അവർ ചെന്ന് എതിർത്തവരുടെ ജഡങ്ങൾ കാണും. അവയിലെ പുഴുക്കൾ ചാവുകയോ അവരുടെ അഗ്നി ശമിക്കുകയോ ഇല്ല. എല്ലാവർക്കും അത് ഒരു ബീഭത്സ ദൃശ്യമായിരിക്കും. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം കേട്ടത്. പ്രിയമുള്ളവരെ, ഏശയ്യ ഇന്ന് അവസാനിക്കുകയാണ്. നാളെ മുതൽ ജെറമിയ ആരംഭിക്കും. ആഗോള കത്തോലിക്ക സഭയിൽ വിശുദ്ധ ഡോൺ ബോസ്കോയെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. നമുക്കേറെ സുപരിചിതനായ ഈ വിശുദ്ധൻ ഇറ്റലിയിലെ ടൂറിനിലെ ഒരു ദരിദ്ര കുടുംബത്തിലാണ് ഭൂജാതനായത്. ഇദ്ദേഹം ലോകപ്രസിദ്ധനാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. പിതാവ് ഫ്രാൻസിസ് ബോസ്കോയ്ക്ക് 2 വയസ്സുള്ളപ്പോൾ മരിച്ചു. അമ്മ മാർഗരറ്റ് ആണ് മകനെ ദൈവഭക്തിയിൽ വളർത്തിയത്. 9 വയസ്സുള്ളപ്പോൾ ജോൺ ബോസ്കോ ഒരു സ്വപ്നം കണ്ടു. തൻ്റെ ചുറ്റിലും കുട്ടികളിൽ നിന്ന് നന്മ തിന്മയെക്കുറിച്ച് ഒരു ദിവ്യപുരുഷൻ പഠിപ്പിക്കാൻ ആവശ്യപ്പെടുന്നതും ഒരു സൗന്ദര്യവതിയായ യുവതി ഇതെല്ലാം സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നതും. ഈ കാഴ്ച അമ്മയോട് അവൻ വിവരിച്ചു പറഞ്ഞു. മകൻ ഒരു വൈദികൻ ആകുമെന്നായിരുന്നു അമ്മയുടെ നിഗമനം. ചെറുപ്പകാലത്ത് തന്നെ ഞാണിന്മേൽ കളി മുതലായ സർക്കസ് വിദ്യ കാട്ടി കുട്ടികളെ തൻ്റെ അടുത്തേക്കും ദേവാലയത്തിലേക്കും അടുപ്പിച്ചു. വളരെ കഷ്ടപ്പെട്ടാണ് ജോൺ പഠിച്ചത്. ജ്യേഷ്ഠൻ ആന്റണിക്ക് അനുജന്റെ വായനയും പഠനവും ഇഷ്ടപ്പെട്ടില്ല. ഇടവക വികാരി ജോസഫ് കഫാസെ ജോണിനെ പഠനത്തിന് സഹായിച്ചു. 26-ാം വയസ്സിൽ ജോൺ വൈദികനായി. അമ്മയുടെ സഹായത്താൽ കുട്ടികൾക്കുള്ള ഒരു ഭവനം ആരംഭിച്ചു. 2 മാസം കൊണ്ട് തെരുവിൽ കിടന്ന 80 കുട്ടികളെ മര്യാദക്കാരാക്കാൻ സാധിച്ചു. 1854 സലേഷ്യൻ സഭ ഫാദർ ജോൺ സ്ഥാപിച്ചു. 21 കൊല്ലം കഴിഞ്ഞ് സ്ത്രീകൾക്കായുള്ള ഒരു സഭയും ആരംഭിച്ചു. ഡോൺ ബോസ്കോ മരിക്കുമ്പോൾ 768 അംഗങ്ങളുണ്ടായിരുന്നു. എന്നാൽ 1975 72 രാജ്യങ്ങളിലായി 30,000 മക്കളായി. മരണം വരെ ഫലിതവും പുഞ്ചിരിയും അദ്ദേഹത്തിന്റെ അതരത്തിൽ നിന്ന് വിട്ടുമാറിയിരുന്നില്ല. വികൃതി കുട്ടികൾക്കെന്ന പോലെ തൊഴിലാളികൾക്ക് വേണ്ടിയും കുറേയേറെ പ്രവർത്തിച്ചിട്ടുണ്ട്. കാറൽ മാർക്സ് ദാസ് ക്യാപിറ്റൽ എഴുതുമ്പോൾ തൊഴിൽ രഹിതർക്ക് തൊഴിലും പ്രതിവർഷം 15 ദിവസം ശമ്പളത്തോടു കൂടിയ അവധിയും നൽകാൻ മുതലാളിമാരെ നിർബന്ധിക്കുന്ന ഒരു നിയമമുണ്ടാക്കാൻ ശ്രമിച്ചു. 71-ാം വയസ്സിൽ അവസാന ബലിയർപ്പിച്ചു. പിന്നീട് തളർവാദം മൂലം ബലിയർപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അടുത്ത വർഷം ദൈവസന്നിധിയിലേക്ക് യാത്രയായി. പ്രിയമുള്ളവരെ, ലോകപ്രസിദ്ധനായ വിശുദ്ധ ഡോൺ ബോസ്കോയുടെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും
നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.